അളിയാ സോറി കുറച്ച് ലേറ്റായിപ്പോയി. അനിയൻ വണ്ടി എടുത്തോണ്ട് അതാ കുറച്ച് ലേറ്റായ. സോറി. അതൊന്നും സാരമില്ല. വിളിച്ചിട്ട് എടുക്കാടായപ്പോൾ ടെൻഷനായിപ്പോയി. നീ വേഗം വണ്ടി വിടും. അളിയാ ഇന്നലെ ക്ലബ്ബിൽ നിന്ന് എൻ്റെ ചാർജർ എടുത്തായിരുന്നോ? ആ വീട്ടിലുണ്ട്. ആട്ടെ ഈ പോണ വഴി ഏതാണെന്ന് അറിയാം. ചുമതി വളവ്. എന്താടെ ഒരു കളിയാക്കല്? വല്ല പ്രേതവും പിടിക്കുവളിയാ? സുമതിയല്ലേ, പേടിക്കണം. പേടിയുണ്ടെങ്കിൽ പറ, നമുക്ക് മടത്തറ വഴി ചുറ്റി പാലോട് പോവാം. എടാ രാമനാമവും ചൊല്ലിയങ്ങ് പോയാൽ മതി, ഒരു പ്രേതവും പിടിക്കൂല. എടാ ഇവിടെ പ്രേതവും മാങ്ങാത്തലിയൊന്നുമില്ല. അതൊക്കെ യൂട്യൂബിലെ പയ്യന്മാർ അമ്മർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഓഞ്ഞ പരിപാടികൾ ചെയ്ത് ഇടുന്നതാ. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അളിയാ അതല്ല, ഇത് നടന്ന സംഭവമൊക്കെ തന്നെയാ. എടാ നിനക്കറിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. നിനക്ക് കഥയും കേട്ട് കേട്ട് വണ്ടി ഓടിക്കാം. കൊള്ളാം. രാത്രിയുടെ വിജനത, രക്തത്തിന്റെ മണമുള്ള കാറ്റ്. കൊള്ളാം അളിയാ, നീ പറ. ഒന്ന് എനർജി ആവട്ടെ. എന്തായാലും അവിടെ എത്തുന്നവരെ സമയമുണ്ടല്ലോ. എങ്കിൽ പിന്നെ സുമതിയുടെ സൗന്ദര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ തുടങ്ങ്. ഒരു 19-20 വയസ്സ് പ്രായമുള്ള വെളുത്തു വടിവത്ത ശരീരത്തിൽ അങ്ങ് കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടിയുള്ള കരിനീല കണ്ണുള്ള ഒരു സുന്ദരി. അവളാണ് സുമതി. അയ്യോ അമ്മ. വാട ഇങ്ങോട്ട്. ഇവളിത് എന്തെടുക്കുവാ? മതി പെണ്ണ ഒരുങ്ങിയത്. നിന്നെ പെണ്ണ് കാണിക്കാനല്ല കൊണ്ടുപോകുന്നേ, വേലയ്ക്ക് നിർത്താനാ. വാട. ഈ തൊട്ടാപ്പൊട്ടുന്ന പ്രായത്തിൽ നിന്നെ വേറെ എവിടെ കൊണ്ടാക്കാനാ? ഇവിടുത്തെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ. നോക്കിയും കണ്ട് നിന്നോളണം. ആ താണു മുതലാളിയുടെ വീടാകുമ്പോൾ വിശ്വസിച്ച് നിൽക്കാം. നടക്കുക. എന്തൊരു വലിയ വീടല്ലേ, മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ? മലയാളി ദേ. എവളാടി രായമേ നിന്റെ മോള്? അതെ മുതലാളി. പെണ്ണ് മര്യാദക്കൊക്കെ ഇവിടെ നിൽക്കുവോ? നിൽക്കും മുതലാളി. കൂലിയൊക്കെ പെണ്ണിൻ്റെ പണി പോലെ ഞാൻ കൊടുത്തോളാം. പെണ്ണിവിടെ നിൽക്കട്ടെ. എന്നും വീട്ടിലേക്ക് പോക്കും വരവൊന്നും വേണ്ട. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് അടുക്കളയിൽ കയറണം. അതുകൊണ്ട് കിടപ്പ് ഇവിടെ തന്നെ ആകാം. നീ ഈ പെണ്ണിന് ഉടുക്കാനുള്ളതെല്ലാം ഇങ്ങനെ എത്തിച്ചേക്ക്. ശരി മുതലാളി. അല്ല നിനക്കിതൊക്കെ സമ്മതമാണോടി പെണ്ണേ? അതെ. അച്ഛാ ഞാൻ തോട്ടം വരെ ഒന്ന് പോവാ. ആ രത്നാകര, ഈയിടെയായിട്ട് അവിടെ മോഷണത്തിൽ കൂടുതലാ. നീ ആ വേലുവിനെ ഇവിടം വരെ വന്ന് എന്നെ ഒന്ന് കാണാൻ പറ. ശരി. ഏയ് ഓക്കെ നടക്കടാ. നീ പെണ്ണിനെ കൊണ്ട് അപ്പുറത്താക്കിയിട്ട് പൊക്കോ. വാടി.
എവിടെയായിരുന്നു? പതിവിലും താമസിച്ചല്ലോ. വരുന്ന വഴിക്ക് തോട്ടത്തിലൊന്ന് കയറി. ആ അപ്പുക്കുട്ടൻ്റെ ആനയ്ക്ക് മതം പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. ഡാ രത്നാരാ, നീ കേൾക്കണില്ലേ? ഡാ നിന്നോടാ. ഡാ ഞാനിപ്പോൾ അതിലും മതം പൊട്ടി നിൽക്കുക. എന്താ ഉണ്ടായ നിനക്ക് മതം പൊട്ടാൻ? വീട്ടിൽ വേലയ്ക്ക് പുതിയൊരാൾ വന്നു. സുന്ദരി. ഹോ, എന്താ അഴക്, എന്താ സൗന്ദര്യം. ആ എന്നാ പിന്നെ നീ അങ്ങ് കെട്ട്. എന്തിന്? ഉപ്പ് നോക്കാൻ ആരെങ്കിലും ഉപ്പും വാങ്ങാ തിന്നുവോ? ഹേ, എന്നിട്ട് എന്തായി? ഉപ്പ് നോക്കാനെങ്കിലും കിട്ടുമോ? ഒന്നേ കണ്ടുള്ളൂ. അച്ഛനിരുന്നത് കൊണ്ട് കൂടുതലൊന്നും നടന്നില്ല. പിന്നെ ഒരു ആശ്വാസം, അവളോട് അവിടെ താമസിച്ച് വേല ചെയ്യാൻ പറഞ്ഞു. കിട്ടണം, കിട്ടും. പഞ്ചാര മിഠായി നുണയണ നേരത്ത് പാതി എനിക്ക് നീ തന്നിടുമോ? തരികില്ല തരികില്ല, അതിനുള്ള വെള്ളം നീ വാങ്ങി വച്ചേക്കെന്റെ പൊന്നുമോനെ. സുമതി ഒന്ന് നിന്നേ, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ? എത്ര നാളായി ഞാൻ കൊതിയോടെ നോക്കുന്നു. ഈ അഴക് കണ്ട നാൾ മുതൽ സ്വന്തമാക്കണമെന്ന ആശയം. പറ, എന്നെ ഇഷ്ടമാണോ? വിട് വിട്. വിടില്ല. എന്നെ ഇഷ്ടമാണോ? എനിക്കറിയില്ല, എന്നെ വിട്. വിടാ, പക്ഷെ പോകരുത്. എനിക്ക് ചിലത് പറയാനുണ്ട്. ശരി, വിട്. ഇനി പറയൂ. ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. വീട്ടിലെ ബുദ്ധിമുട്ട് സഹിക്കാതെ വന്നപ്പോഴാണ് അമ്മ എന്നെ ഇവിടെ ജോലിക്ക് വിട്ടത്. അതില്ലാതാക്കരുത്. എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ജീവിതം ഇല്ലാതാക്കാനല്ല, ഒരു ജീവിതം തരാൻ വേണ്ടിയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. കാവിലെ വേലയും പാട്ടും കഴിഞ്ഞ് പുലരുമ്പോഴേക്ക് ഇവിടെ എല്ലാവരും തിരിച്ചെത്തും. ഇന്ന് രാത്രി ഇവിടെ ഞാനും സുമതിയും മാത്രം. മുകളിൽ നീ വരണം. എൻ്റെ ഭാവി വധുവിനായി ഞാനവിടെ കാത്തിരിക്കും.
കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിട്ട് വന്നേക്കുന്നവള്. എടി ഒരുമ്പെട്ടവളെ നശിപ്പിച്ചില്ലോടി നീ. ദൈവമേ, എനിക്കിനി ഈ നാട് വിട്ട് ഓടേണ്ടി വരുമല്ലോ. എടി ഒരുമ്പെട്ടവളെ, നിന്നെ ഞാൻ കൊല്ലോടി, കൊല്ലും നിന്നെ ഞാൻ. നീ എന്റെ മാനം കളഞ്ഞോടി. നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നാണോ ഇല്ലാത്തോളൂ, കൊല്ലോടി നിന്നെ ഞാൻ, കൊല്ലും. നീ ഇനി ജീവിച്ചിരിക്കണ്ടോ? നിന്നെ കൊല്ലും ഞാൻ, കൊല്ലോടി നിന്നെ. എടി ഒരുമ്പെട്ടവളെ, കൊല്ലും ഞാൻ നിന്നെ. നിർത്തിൻ. ഒച്ച വെച്ച ആളെ കൂട്ടി നാട്ടുകാരെ അറിയിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? കുഞ്ഞെ, നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? വയറ്റിൽ വളരുന്നതിനെ അങ്ങ് നശിപ്പിക്കണം. ഇല്ല, അത് നടക്കില്ല. നമുക്ക് എത്രയും വേഗം വിവാഹം നടത്തണം. ചേട്ടൻ അതിനുള്ള ഏർപ്പാട് ചെയ്യണം. വിവാഹം പറ്റിയ ആളും പറ്റിയ സമയവും. നീ നാളെ മുതൽ അങ്ങോട്ട് വരണ്ട. അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ചിലവിന് എന്തെങ്കിലും അണ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് തന്നേക്കാം. ഓഹോ, എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞിനെയും ഒഴിവാക്കാനാണല്ലേ വന്നത്? എന്തേലും നക്കാപ്പിച്ചൊന്ന് പോകാമെന്ന് കരുതിയോ? നാളെ മുതൽ ഞാൻ ജോലിക്ക് വരും. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ തറവാട്ടിൽ തന്നെ ഞാൻ പ്രസവിക്കും. നീ ഇങ്ങ് വന്നേ, നാട്ടുകാരേക്ക് നാണക്കേടുണ്ടാക്കരുത്. നീ മണ്ടത്തരം കാട്ടരുത്. അവൾ ഒതുങ്ങും തോന്നുന്നില്ല. ഒന്നാമത് ആ കേശവ മുതലാളിയുടെ മോളെ ആലോചന മുറുകി നിൽക്കുന്ന സമയമാണ്. നിന്റെ അച്ഛൻ അത് ഏതാണ്ടങ്ങ് ഉറപ്പിച്ച് വെച്ചേക്കുക, അറിയാല്ല. ഇതെങ്ങാനും അങ്ങേരെ അറിഞ്ഞ നിന്നെ കൊന്നു കുഴിച്ചു മൂടും. രവീന്ദ്ര, പിന്നെ ഞാൻ എന്ത് വേണോടാ? എടാ, സ്നേഹിക്കണം. ആരെ? സുമതിയെ. അതെ, സ്നേഹിക്കണം. സ്നേഹിച്ച് 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 പിന്നെ അങ്ങ് കൊല്ലണം. ഒക്കെ പറയാൻ ഞാൻ, നീ വാ. സുമതി, എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ ആയി. രത്നാകരന് നിന്നെ വിവാഹം ചെയ്യണോ തന്നെയാണ്. പക്ഷെ നീ കുറച്ച് സാവകാശം കൊടുക്കണം. അവൻ്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ സുമതി വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങരുത്. പിന്നെ രത്നാകര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ, ചെലവിനും തന്നോളൂ. ഒരു കുഞ്ഞ് പിറന്നാൽ പിന്നെ അവൻ്റെ അച്ഛനെ എതിർക്കാൻ പറ്റുമോ? അതുവരെ ആരും അറിയാതെ നമുക്കിത് മറച്ചു തന്നെ വെക്കാം. അമ്മ ഇനി പോരും. രത്നാകരന് സുമതിയോട് എന്തോ പറയാനുണ്ടോ? സുമതി, നിനക്കറിയാലോ, വീട്ടിലിതൊക്കെ പെട്ടെന്നറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എന്നെ അച്ഛൻ ഇവിടെ നിന്ന് നാട് കിടത്തും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തമ്മിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. കുറച്ച് സാവകാശം നീ എനിക്ക് താ. അപ്പോഴേക്കും അച്ഛനോട് സമ്മതം വാങ്ങി നമ്മുടെ വിവാഹം നടത്തും. ഇല്ല, എന്നെ രത്നാരേട്ടന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഞാൻ ഈ വീട്ടിനുള്ളിരുന്നോളാം. ആരെയും ഒന്നും അറിയത്തില്ല. നിങ്ങളൊരു പുടവ തന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിമിഷം വരെ ഇതാരും അറിയില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ കരുനീക്കം? പറയാം. തൽക്കാലം അവളൊന്ന് അടങ്ങി. പക്ഷേ അത് നിലനിർത്താൻ നീ ഇടയ്ക്കിടെ അവിടേക്കൊന്ന് പോകണം. നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. വിവാഹത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീട്ട്. നീ ചെന്നുകൊണ്ടിരിക്കണോണ്ട് അവളതങ്ങ് കാര്യമാക്കില്ല. അപ്പോൾ നീ കൊല്ലണമെന്ന് പറഞ്ഞു? അതെ, അവളില്ലാതെയാകണം. അല്ലാതെ നിനക്ക് രക്ഷയില്ല. കൊല്ലുക എന്നൊക്കെ പറഞ്ഞാ വേണ്ട, അത് വലിയ പുലിവാലാകും.
കാര്യങ്ങൾ വ്യക്തമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എല്ലാം തീർപ്പാക്കണവരെ കൂടെ നിൽക്കുകയും ചെയ്യാം. പക്ഷേ എനിക്കെന്ത് ഗുണം? എന്റെ ചങ്ങായിയല്ലേടാ, ഒന്ന് സഹായിക്ക്. ഇല്ലാച്ചാ എന്റെ മാനവും ജീവിതവും ഒക്കെ പോവും. നിനക്കൊന്നും നഷ്ടപ്പെടില്ല. ചിപ്പൻചിറയിലെ 16 ഏക്കർ തോട്ടം അച്ഛൻ നിന്റെ പേരിലല്ലേ വാങ്ങിയത്? അതിന്റെ പകുതി എനിക്ക് തരാമോ? അത് നടപ്പില്ല രവീന്ദ്ര. അത് മുഴുവനായി നിനക്ക് തന്നേക്കും. കാരണം രജനിയുമായുള്ള വിവാഹത്തിലൂടെ എനിക്ക് വന്ന് ചേരുന്നത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പോ പറ, എങ്ങനെ കാര്യങ്ങൾ ഇവിടെ വെച്ച് നടത്താനാവില്ല. നമ്മൾ പെടും. അതിനായി കുറച്ച് കാത്തിരിക്കേണ്ടി വരും. മധുര അമ്പലത്തിലെ ഉത്സവ നാൾ വരെ. അപ്പോഴേക്കും അവളുടെ ഗർഭം. അതുവരെ അവൾ പുറത്തിറങ്ങാതെയും ആരും ഇത് അറിയാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. അതിന് നീ ഇടയ്ക്കിടെ അവിടെ പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. അതും ആരും കാണരുത്. മധുര ഉത്സവം കാണാനായി നീ അവളെ വിളിക്കണം. കാറുമായി ഞാൻ വരാം, നീ അവളെയും കൂട്ടി വരണം. അങ്ങനെ ഉത്സവം കാണാൻ പോയ സുമതിയോ സുമതിയുടെ ശവമോ പിന്നെ തിരിച്ചു വരില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വനത്തിനുള്ളിൽ വെച്ച് നമുക്ക് അവളെ തീർക്കാം. എന്താ? ഹേയ്, അച്ഛനെ പോലെ കുറുമ്പനാണെന്നാ തോന്നുന്നേ. വയറ്റിൽ കിടന്ന് ചവിട്ടയും കുത്തുകയും ചെയ്യുന്നു. പിന്നെ കുറേ നാളായി നീ ഇവിടെ ഇങ്ങനെ അടച്ചു കിടക്കുമല്ലേ. മധുര ഉത്സവം തുടങ്ങി. നാളെ ഞാൻ കാറുമായി വരും. നമുക്കൊരുമിച്ച് ഉത്സവം കാണാൻ പോണം. അയ്യോ, ആരെങ്കിലും കണ്ടാലോ? രാത്രിയല്ലേ, ആര് കാണാനാ? നീ ചേലേക്ക് കൊടുത്തു വാ. അമ്മ ഇപ്പോൾ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട് പകരം നിൽക്കുന്നെന്നാ ഞാൻ അച്ഛനോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞോളാം, നാളെ ഉത്സവത്തിന് മോളെയും കൂട്ടി പോകുന്നു. നമ്മൾ രണ്ടും മതിയായിരുന്നല്ലോ ഏട്ടാ. എന്തിനാ രവീന്ദ്രനെ കൂടി വിളിച്ചേ? നമ്മൾ ഒന്നാവാൻ വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരാൾ അതേ ഇരിക്കുന്നത് നല്ലതാ. വണ്ടി വരുന്നു. ഇത് കുറേ നേരം ആയാലും എത്തുന്നില്ലല്ലോ. നമുക്ക് വഴി തെറ്റിയോ രവീന്ദ്ര? അങ്ങനെ നമ്മുടെ വഴികളൊന്നും തെറ്റാറില്ലല്ലോ രത്നാകര. നിങ്ങൾ ചതിച്ചതാണല്ലേ? വണ്ടി
സുമിത്ര, നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. കാറ് കിടക്കുന്നിടത്ത് നമ്മൾ വീടെത്തി. കൊല്ലരുത്. എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ കൊല്ലരുത്. ഞാൻ നിങ്ങളുടെ കാറ് പിടിക്കാം. ഞാൻ നിങ്ങളുടെ കാറ് പിടിക്കാം. ദിവസം കഴിഞ്ഞ് തേനെടുക്കാൻ വന്ന കാണിക്കാര് കണ്ടത് അഴുകി തുടങ്ങിയ സുമതിയുടെ ശവശരീരമായിരുന്നു. ഓ മതി മതി മതി, ഒന്ന് നിർത്തടാ പുല്ലേ. ആ നിർത്തി നിർത്തി നിർത്തി. സുമതിയോളം എത്തി. നീ വണ്ടി വിട. വളവ്. ചേട്ടാ അതിന് പറയട്ടാ. ചേട്ടാ ചേട്ടാ വേഗം വാല് പറഞ്ഞേട്ടാ. ചേട്ടാ ചേട്ടാ അവിടെ അവിടെ ഒരു രൂപം, അവിടെ ഒരു രൂപം. എടാ വിജയ, അശോക, എടാ ഉറങ്ങിയില്ല, എഴുന്നേറ്റ് വേടാ. മറ്റുള്ളവരെ കൂടെ വിളിച്ചോ. മോനെ ആ ടോർച്ചിഞ്ഞിട്. നിങ്ങൾ പേടിക്കണ്ട, ഇതാ യൂട്യൂബ് പിള്ളേരാ. കുറേ നാളായി അവന്മാർ തുടങ്ങിയിട്ട്. ഇന്നത്തോടെ തീർക്കും അവന്മാരെ. ആ മോളെ അകത്തൊരു കഥ അടച്ചോ, ഞങ്ങൾ വന്നിട്ട് തുറന്നാൽ മതി. വരണ്ടടാ. ആ പയ്യന്മാരെവിടെ? കാണുന്നില്ലല്ലോ. അവര് നമ്മളുടെ വന്നില്ലേ? ഇരുട്ടായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ പോയപ്പോൾ അവരോട് ഉണ്ടായിരുന്നല്ലോ. ഓ അപ്പം ഇതും തട്ടിപ്പായിരുന്നല്ലേ. പക്ഷെ അവന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇന്നേതാ ദിവസം എന്നറിയോ? ജനുവരി 27, സുമതിയെ കൊന്ന ദിവസം. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തത് നടക്കുക ചെയ്യും. ചില സംഗതികളുണ്ടായാൽ ഈ സുമതി വളവിൽ അവൾ വരുന്നതിന് കാരണമാണ്. എന്താണ്? അയ്യോ, ആ മണ്ടന്മാരെല്ലാം ഓടി ഓട്ടം കൊണ്ടുവന്നീ. ചിരിക്കാൻ വയ്യ എനിക്ക്. എന്തായാലും നിന്റെ ബുദ്ധി അപാരം. ഒരു സുമതിയും വളവും പ്രേതവും ആകെ സീമത്തം പൊളിയെ. എന്തായാലും അളിന് 2 വർഷത്തേക്കുള്ള എനർജി കിട്ടിയല്ലോ അല്ലേ? കിട്ടി 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 കിട്ടി, ഇഷ്ടം പോലെ കിട്ടി. എടാ ഞാൻ പറഞ്ഞ സാധനം നീ എടുത്തിട്ടുണ്ടല്ലോ. പാൻറ് ഷർട്ടും അല്ലേ? അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തിനാ കളിയാ? അതൊക്കെ ഉണ്ടളിയാ, നീ വണ്ടിയിട്. ഒന്ന് നിർത്തടാ പുല്ലേ. ആ നിർത്തി നിർത്തി നിർത്തി. സുമതിയോളം എത്തി. നീ വണ്ടി വിട്. നീ എന്തിനാ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ മാറുന്നത്? അത് പിന്നെ അവള് മേടിച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലും മൊത്തം പ്രശ്നമാവും. കഥ കടച്ചോ, ഞങ്ങൾ വന്നിട്ട് തുറന്നാൽ മതി. ശരി ശരി, നീ പോയിട്ട് വാളിയാ.
സൗദിക്ക് പോവുകയാണ്. കുറഞ്ഞത് 2 വർഷം കഴിഞ്ഞ് തിരിച്ചെത്താൻ പറ്റും. അതുവരെ ഞാൻ നിന്നെ കാണാൻ ശ്രമിച്ചു. അഞ്ചു വർഷങ്ങൾ ഇവിടൊക്കെ ഒരുപാട് മാറിപ്പോയി. നീയും അതെന്താടാ എനിക്കിട്ടൊരു കുത്ത്? നീ കൊച്ചിയിൽ വന്നു പോയിട്ട് എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒരു മാസം കുറച്ച് ബിസിയായി. പിന്നെ അവളും കൂടെ ഉണ്ടായതുകൊണ്ട്. നിനക്കൊന്നും അറിയണ്ടായിരുന്നല്ലോ, ഞാനാ ടെൻഷൻ അടിച്ച് ചത്തേ. സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നതുകൊണ്ട് ഇട്ടറിഞ്ഞങ്ങ് പോകാനും പറ്റുന്നില്ല. നീ കാര്യം പറയടാ. എന്ത് കാര്യം? നിന്റെ കാമുകി രേഖയുടെ ആത്മഹത്യ തന്നെ. അളിയാ, ഞാൻ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, മൂടികളല്ലേ? എടാ അതല്ല, ഫോണിലൂടെ നിന്നെ ഒന്നും വിശദമായിട്ട് അറിയിച്ചില്ലല്ലോ, പേടിയായിരുന്നു. ഫോൺ ട്രേസ് ചെയ്യുമെന്ന്. അവസാനമായി രേഖ എന്നെ കാണാൻ വന്ന ദിവസം ഇന്നും പകല് പോലും ഓർമ്മയുണ്ട്. അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. നിർത്തറാവൂലേ? അതിനാ കുഞ്ഞ് ജനിച്ചില്ലല്ലോ. വയറ്റി വെച്ചതിന് അവളെ കൊന്നില്ലേ? അത് നിനക്ക് വേണ്ടിയായിരുന്നില്ലേ? മതി, നീ വണ്ടി എവിടെ ഇരുന്നു ഒതുക്ക്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? രേഖ ആത്മഹത്യ ചെയ്തു, അതും പരീക്ഷയ്ക്ക് തോറ്റ വിഷമത്തിൽ. എഴുതി വെച്ചിട്ടില്ലേ? പിന്നെന്താ? അതിനല്ല രേഖ ആത്മഹത്യ ചെയ്തെന്ന് എനിക്കും നിനക്കും അറിയാം. അവൾ രക്ഷിച്ചതാടാ നിന്നെ, അത് നീ മനസ്സിലാക്ക്. നിനക്ക് പുതിയ കാമുകി ഗൾഫിൽ കിട്ടിയപ്പോൾ നീ അവളെ തേച്ചു. അതേടാ തേച്ചു. എനിക്ക് പണം വേണം, അവളുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഞാനാ ബന്ധം ഉറപ്പിച്ചു. പിന്നെ ഈ വരവ് പോലും അവളുടെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. നാളെ ഞാൻ കൊടുത്തപ്പോഴേക്ക് പോകും അവളുടെ വീട്ടിൽ. നീയും വരണം. ഞാനില്ലളിയാ. എടാ, നീ എന്താ എന്നെ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് കാണുന്നത്? ഞാൻ രേഖ ബലാത്സംഗം ചെയ്തെന്നുള്ള വയറ്റിലുണ്ടാക്കിയത്. ഞാനും സുഖിച്ചു, അവള് സുഖിച്ചു. പിന്നെ അത് ഒരു തവണയൊന്നും അല്ലല്ലോ സംഭവിച്ചത്. പിന്നെ ആ പ്രായത്തിലൊരു അബദ്ധം പറ്റി, അത് മനഃപൂർവ്വമൊന്നും അല്ല. എടാ നീ അത് വിട്. നിന്നെ കാണുമ്പോൾ ഇതൊക്കെ പറയണമെന്ന് തോന്നി. നാളെ ഞാൻ വരാത്തത് വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയ പെണ്ണ് കാണാൻ. നിന്നെയും കൂട്ടാന്ന് കരുതി. നിനക്ക് നാളെ തന്നെ പോണോ? പോണം. നാളെ അവിടെ ചെന്ന് എല്ലാം ഏർപ്പാടാക്കിയാലേ മറ്റന്നാൾ അവിടെ അപ്പൻ്റെ ഓപ്പറേഷനെ തിരുവനന്തപുരത്ത് പറ്റും. എന്നാ നീ പോയിട്ട് വാ, വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. പോലെ
നുകരാം നിന്നെ ഞാൻ, കാർവണ്ട് പോലെ പുണരാം നിന്നെ ഞാൻ. തുറാമഴയിൽ നീ എൻ നെഞ്ചിൽ ചൂടായി പടരും നേരം, നിൻ ചുടുശ്വാസമെന്നിൽ കുളിരാ പടർന്ന പോലെ എൻ ഹൃദയം നിൻ പേരിലായി എഴുതിയ പോലെ. ഈ നീലാകാശം നിനക്കായി ഞാൻ നൽകാം, നക്ഷത്രങ്ങൾ കരിമിഴിയായി കണ്ണിലെഴുതാം. ഹൃദയം കൊണ്ട് പാടാം ഞാൻ നീ മാത്രം അറിയും ഗാനം. തീരങ്ങളില്ലാത്ത കടൽ പോലെ നിൻ സ്നേഹത്തിൽ അലിയും ഞാൻ. എൻ പ്രണയം നിൻ പേരിൽ കവിതകളായി മാറും. കാറ്റായി ഞാൻ പുണരുമ്പോൾ മറുവാക്കും പറയാതെ നീ അലിയും. ഹൃദയം നിൻ പേരിലായി എഴുതിയ പോലെ. എന്താ ഇവിടെ ബ്ലോക്ക്? ആക്സിഡന്റ് വല്ലതാണോ? വണ്ടി അങ്ങോട്ട് പോകില്ല, ചിതറായാലൊരു ടാങ്കർ ലോറി മടങ്ങും. നിലമേല് മുതൽ ഇങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണ്. അയ്യോ, അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇങ്ങോട്ട് പോവാനാ? കിളിമാനൂരില്. ആ, അപ്പം നേരെ വിട്ടോ. പാലോട് ഭരതന്നൂർ കല്ലറ വഴി അങ്ങ് പോയാൽ മതി. സുമതി വള വഴിയാണ്. എന്താ പേടിയുണ്ടോ? ഏയ്,
എന്നെ മനസ്സിലായോ? ആരെന്നാ കരുതിയത്? രേഖയെന്നാണോ കരുതിയത്? എന്നെ കൊന്നതുപോലെ കൊന്നാൽ മാത്രമേ അവൾ ഇവിടെ വരികയുള്ളൂ. അവളെ കൊന്നില്ലല്ലോ. അവളുടെ മനസ്സിനെ സ്നേഹത്തിനെയല്ലേ നീ കൊന്നത്? വളവിൽ സുമതിയല്ലാതെ വേറെ ആരെയാ നിനക്ക് കാണേണ്ടത്? ഇവിടെ നിൽക്കണം, നീ വാ. സുമതിയെ കാണണമെങ്കിൽ ഒരു പെണ്ണിനെ ചതിക്കണം. ആ കുറ്റബോധത്തോടെ ഇതുവഴി വരണം. ഒരു അപകടം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടാകും. അത് ഏത് രൂപത്തിലും വരാം. മരണത്തിന് മുൻപ് അതിമനോഹരിയായ ഒരു സ്ത്രീയെ നിങ്ങൾ കാണും. മുല്ലപ്പൂ പറിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അവളെ മനസ്സിലായോ എന്ന് സ്നേഹത്തോടെ ചോദിക്കും. ഒരിക്കലും മറ്റൊരു പേര് പറയരുത്. കാരണം അവൾക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ, സുമതി. എന്നെ മനസ്സിലായോ?